ഈ ഓണം ഒന്ന് കഴിഞ്ഞിട്ട് വേണം ശരിക്കൊന്ന് വിശ്രമിക്കാനായിട്ട്. എൻ്റെ പൊന്നെ, ഇവിടെ എല്ലാവരും ഏറലാണ്, ഒന്ന് കുത്തിയിരിക്കാനുള്ള സമയം കിട്ടണില്ല. ദേ ഈ താമര ബ്ലൗസിൻ്റെ ആളിപ്പോൾ വരും, അത് നമുക്കൊന്ന് എടുത്ത് വെക്കാം. പിന്നെ ഈ പാവാട ഇടാത്ത പിള്ളേർക്ക് ഇതുപോലുള്ള ഐഡിയ പരീക്ഷിച്ചാൽ നന്നായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. പെറ്റിക്കോട്ട് സെറ്റപ്പാണ്, മുകളിലോട്ട് പെറ്റിക്കോട്ട്, താഴത്തേക്ക് പിന്നെ നമ്മുടെ നോർമൽ പ്ലാവാടയെന്ന് ബ്ലൗസ് ഇടുമ്പോൾ ഓക്കെ ആയിക്കോളും. കിയാരിക്ക് നാളെ സെലിബ്രേഷനാണ്. ഒരു പാവാട ഇരിപ്പുണ്ട്, ബ്ലൗസ് ഇടണം, വേഗം തട്ടിക്കൂട്ടി എടുക്കണം. ഇട്ടേക്കുന്ന ഉടുപ്പ് കണ്ടില്ല, അതിനകത്ത് കംപ്ലീറ്റ് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കുവാണ്. ഇപ്പോൾ സ്റ്റിക്കറിലാണ് പരിപാടി. ഇവിടെ തകർത്തെല്ലാവരും തുന്നൽ പരിപാടിയിലാണ്, എല്ലാവരും ഇടുപ്പുമേലും മുത്തുകൾ പിടിപ്പിക്കുന്നതിന്റെ തിരക്കിലാണ്. ഇതൊക്കെ കണ്ടപ്പോൾ ഞാനും ഒന്ന് പിടിപ്പിച്ചു പോയി. അതിനി കേൾക്കാനൊന്നുമില്ല. ഈ ബ്ലൗസ് കണ്ടില്ലേ, നല്ല രസമില്ലേ കാണാൻ കേട്ടോ. ഓരോ അമ്മമാരും ഓരോരോ വെറൈറ്റി പാറ്റേണുകളാണ് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത്. നമുക്ക് പിന്നെ അതൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ആളതൊന്നും ഇടത്തില്ല. പുള്ളിക്കാരിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്തൊക്കെയാ പറഞ്ഞെന്നറിയാവോ, അങ്ങനെ ഒരുപാട് വർത്തമാനം പറയുന്ന ടൈപ്പ് അല്ലായിരുന്നു. ഭയങ്കര ലേറ്റ് ആയിട്ടാണ് സംസാരിച്ച് തുടങ്ങിയത്. കൊച്ചിൻ്റെ കുഴപ്പമല്ല, ഫോൺ കാർട്ടൂണൊക്കെ അധികം കാണിച്ചതിൻ്റെ കുഴപ്പമായിരുന്നു. അപ്പോൾ ഇവളുടെ വായിന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ ആയുമെന്നായി പോവുകയെ. അങ്ങനെ ആൾ പോയിട്ടുണ്ട്. ഇത് നമ്മുടെ വേറെ കുഞ്ഞു തിരണി മണികളുടെയാണ്, എല്ലാം പീക്കിരികളാണ്, പീക്കിരികളുടെ ബ്ലൗസുകളൊക്കെ ആട്ടോ.